ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ പുതിയ ഇവൻ്റ് ഉണ്ടല്ലോ, 40 years ഇവൻറ്റ്. അപ്പോൾ ആ ഇവൻറ്റിനെ കുറിച്ചുള്ള അതിൻ്റെ ഗൈഡ്സൊക്കെയാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ആ ഇവൻറ്റിൽ പലവർക്കും അറിയാം മാജിക്ക് എങ്ങനെ കിട്ടുക, അങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. പിന്നെ നമ്മൾ പുതിയ ടീം ഓഫ് ദി വീക്ക് വന്നിരുന്നു, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ പുതിയൊരു ഇവൻ്റ് 40 years ഇവൻ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ വീക്കിൽ. അപ്പം ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് ഈ ഒരു ദിവസം തുടങ്ങുമ്പം ഫസ്റ്റ് നിങ്ങൾക്ക് ഈ 3 ആൾക്കാർ സെലക്ട് ചെയ്യാനുണ്ടാകും. നിങ്ങൾ ഈ 3 നാവിഗേറ്റർ പ്ലേയേഴ്സ് ഉണ്ടാവും. ഈ 3 നാവിഗേറ്റർ പ്ലേയേഴ്സ് നിങ്ങൾ ഒരാൾ സെലക്ട് ചെയ്യാം. ഇതിൽ നിങ്ങളിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ഈ പ്ലെയറിനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുള്ളിറ്റിനെ സെലക്ട് ചെയ്യാൻ ഗുള്ളിറ്റിനെ സെലക്ട് ചെയ്യാം, ഹസാറിനെ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഹസാറിനെ സെലക്ട് ചെയ്യാം. ഇങ്ങനെ 5 ദിവസം ഒരു പ്ലെയറിനെ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് ഇവരോരോ റിവാർഡ്സ് ഉണ്ട്. നിങ്ങൾ ഗുള്ളിറ്റിന് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് 60 ഷാർട്ട്സ് കിട്ടും. 5 ദിവസം അതേപോലെ എടുക്കണം. നിങ്ങൾ ഹസാറിന് എടുത്തില്ലെങ്കിൽ 5 ദിവസം എടുത്തില്ലെങ്കിൽ 109 മുതൽ 113 വരെയുള്ള പ്ലേയേഴ്സിന് കിട്ടും. നിങ്ങൾ ഞാൻ നേരത്തെ എടുത്ത ആ പ്ലെയറിനെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ സ്വിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7500 ജംസ് കിട്ടും. അപ്പം ഞാൻ എടുത്തത് ഈ പ്ലെയറിനാണ്. ഇവനെടുക്കുമ്പോൾ നമുക്ക് 7500 ജംസ് കിട്ടും. 5 ദിവസം എടുത്താൽ ഇവന് എടുക്കുമ്പം നമുക്ക് കിട്ടുന്നത് 109 മുതൽ 113 വരെയുള്ള ഇതാണ്. പിന്നെ നമുക്ക് ഇവനെ പുള്ളിനെ എടുത്താൽ നമുക്ക് 60 ഷാർട്ട്സാണ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇനി അങ്ങനെ ഇവരെ ഓരോ ദിവസത്തെയും ഇവിടെ ഇങ്ങനെ കൂടുതലാണ്. നിങ്ങൾ എത്ര ദിവസം ഓരോ ദിവസം കളിച്ചത് ഇവർക്ക് കൂടുതലാണ്. ഇതെങ്ങനെ കൂടാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം പോയിക്കാണ്ട് ഇത് ഒരാൾ സെലക്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ഇതുണ്ടാവും. ഒരു 2 മാച്ചും ഒരു സ്കിൽ ഗെയിമും ഉണ്ടാവും. ഇത് ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യാം, എന്നിട്ട് അത് കളിക്കുക. എന്നിട്ട് അതിന് നിങ്ങൾക്ക് 100 ടോക്കൺ കിട്ടും. അപ്പോൾ തന്നെ ഇവിടെയും കൂടും, ഇവിടെ ഒന്ന് കൂടും, അതുപോലെ ഇവിടെ ഒന്ന് കൂടും. അങ്ങനെ ഇവിടെ 5 ദിവസം ഇവിടെ കൂടിയാൽ ഈ റിവാർഡ് ഇനി ഇവിടെ നിങ്ങൾ 5 ദിവസം അങ്ങനെ കൂടിയാൽ ഈ റിവാർഡ് കിട്ടും. ഇവിടെ 5 ദിവസം കൂടിയാൽ ഈ റിവാർഡ് കിട്ടും. നിങ്ങൾ എല്ലാ ദിവസവും വേറെ എടുക്കാതെ ഒരു ദിവസം എല്ലാ ദിവസവും ഒന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് നല്ല നല്ല റിവാർഡ്സ് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഓരോ സ്ഥലവും എടുത്താൽ ഇത് 5 ദിവസം ആക്കാൻ പണിയാണ്. ഇതിപ്പോൾ ഒന്ന് തന്നെ ഞാൻ ഇപ്പം ഇത് തന്നെ ഈ 4 ദിവസം എടുത്തത്. അതുകൊണ്ട് ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ. ഞങ്ങൾക്ക് നാളെ 1500 ജംസ് കിട്ടും. പിന്നെ പിന്നെ ഇത് എടുത്ത് ഈ കളി കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേ അപ്പോൾ ഇവിടെ ഗോ നിൽക്കാണ്ടാകും. ആ ഗോ നിൽക്കുക. ആ പ്ലെയറിനെ പ്ലെയറിനെ എടുത്താലും അതിന് ഗോ നിൽക്കുക. നിങ്ങൾ ഏതെടുത്താലും കുഴപ്പമില്ല പ്ലെയറിനെ. എന്നിട്ട് ഇതിൽ നിങ്ങൾ ഈ മാച്ച് കളിക്കണം. ഈ മാച്ചുകൾ ഇതിൽ തന്നെ ഈ ചലഞ്ചൊക്കെ നിങ്ങൾ ഫുള്ളാക്കുക ഈ മാച്ചിൽ. എന്നിട്ട് ഇത് ഫുള്ളാക്കി നിങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങൾ നേരെ വീണ്ടും മെയിനിലേക്ക് തന്നെ പോവുക. എന്നിട്ട് നിങ്ങൾക്ക് എന്നും ഇവിടെ ഫ്രീ ഒരു ടോക്കൺ ഉണ്ട്, അത് എടുക്കുക. ഒരു ടിക്കറ്റ് ഉണ്ട്, അത് എടുക്കുക. അപ്പം ഇതിൽ നിന്ന് 2 ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം അടുത്ത് 3 ടിക്കറ്റുകളുണ്ട്. പിന്നെ ആ 3 ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഇത് തുറക്കുക, 2 ടിക്കറ്റ് എടുത്ത് ഇതും തുറക്കുക. എന്നിട്ട് ഈ ഡെസ്റ്റിനേഷൻ അൺനോൺ എന്ന് പറഞ്ഞത് കിൻവേഴ്സിനാണ്. കിൻവേഴ്സ് ഓരോ പ്ലേസിൻ്റെ എക്സ്ചേഞ്ച് ഒക്കെ അടിക്കാനുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. നിങ്ങൾക്ക് ഓരോ പ്ലെയറിനെ എക്സ്ചേഞ്ച് അടിക്കാനുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ എക്സ്ചേഞ്ച് അടിക്കാൻ കൊടുക്കുക. 250 ഷാർട്ട്സ് അങ്ങനെ എക്സ്ചേഞ്ച് അടിക്കാനുള്ളതാണ് കിൻവേഴ്സ് എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞ പലവരും ചോദിച്ചൊരു കാര്യമാണ് മാജിക് കർവ് കീ. ഈ ബെക്കാം 113 ബെക്കാമിനൊക്കെ ഇവിടെ കാണാം കർവ് മാജിക് കീ എന്ന് അറിയിക്കാണ്ട്. ഇതൊന്ന് സാധനം പലവർക്കും മനസ്സിലായി ഇതെങ്ങനെ കിട്ടുക എന്നൊക്കെ. അപ്പോൾ ബെക്കാമിൻ്റെ ഈ കർവ് മാജിക് കീ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം കളിക്കേണ്ടി ഇവിടെ കളിക്കൂലേ, ഈ കളി കളിച്ചൂലേ, ഈ കളിച്ചാൽ തന്നെ ഈ കളിയിൽ നമ്മൾ ഈ കളി ചലഞ്ച് ഫുള്ളാക്കിയാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ബെക്കാമിൻ്റെ മാജിക് കർവ് കീ. അങ്ങനെ ബെക്കാമിൻ്റെ മാജിക് കർവ് കീ നമുക്ക് 4 വേണം. ഇപ്പോൾ അടുത്ത് 4 ഉണ്ട്. 4 ദിവസം ഇങ്ങനെ ബെക്കാമിൻ്റെ കിട്ടണമെങ്കിൽ 4 ദിവസം നിങ്ങൾ എടുത്ത ഒരു പ്ലെയറിൻ്റെ ഒരു നാവിഗേറ്റർ ഉണ്ടാവില്ല. ആ നാവിഗേറ്ററിൽ കളിച്ചാൽ ഈ കളി 4 ദിവസം ഇങ്ങനെ കളിച്ചണം. ഒരു പ്ലെയറിന് തന്നെ കളിച്ചണം, ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ. അങ്ങനെ കളിച്ചാലിനെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ട്രഷർ വേഴ്സ് വന്നിട്ടുണ്ട്. ഇത് ഓരോന്ന് നമ്മൾ ഇത് കൊടുത്തുകൊണ്ട് വാങ്ങാനാണ് നമ്മൾ ടോക്കൺ കൊടുക്കേണ്ടത്. ഞാൻ വാങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് അത്ര ആവശ്യമില്ല ട്രഷർ വേഴ്സ്. പിന്നെ ഇതും എക്സ്ചേഞ്ച് തന്നെയാണ്. ഇത് നമുക്ക് പ്ലെയേഴ്സിനെ കൊടുത്തുള്ള എക്സ്ചേഞ്ച് തന്നെയാണ്. ഇത് വ്യത്യാസം ചെയ്യാതെ എക്സ്ചേഞ്ച് തന്നെയാണ്. ഷാർട്ട്സും പ്ലെയേഴ്സും കൊടുത്തുള്ള എക്സ്ചേഞ്ചാണ്. അപ്പോൾ അതോടെ നിൽക്കട്ടെ. പിന്നെ ഇതൊക്കെയാണ് 40 years മെയിനായിട്ടുള്ളതിനെ
സപ്ലൈ ഡിപ്പോട്ട് ഇറങ്ങുന്നുണ്ട്. ഈ സപ്ലൈ ഡിപ്പോട്ട് നമ്മൾ ഓരോ ടോക്കൺ കൊടുത്തത് ഫുള്ളാക്കാം. പിന്നെ ഇത് ഒന്നും കൂടി ഫുള്ളാക്കാണ്ട് ഇത് മൊത്തം ഫുള്ളാക്കി പിന്നെ അടിയിലും 5 റിവാർഡ് ഉണ്ടാവും. അടിയത്തും 5 റിവാർഡ് ഫുള്ളാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 115 കിട്ടും. അപ്പോൾ ഇതിൻ്റെ 4 ഫുൾ ഇനി ഒന്നും കൂടി ഫുള്ളാക്കാനുള്ളത്. അടുത്തത് നിങ്ങൾക്ക് അടുത്ത വ്യാഴ്ചയാണ്, മേ ബി അടുത്ത വ്യാഴ്ചയാണ് വരാൻ തോന്നുന്നത്. അപ്പം മാജിക്ക് ഇനി ഇപ്പോൾ എല്ലാവരും മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു മാജിക്ക് കിട്ടാനുള്ളത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾക്ക് ആദ്യം ഈ ബെക്കാമിന് കിട്ടും. 3 ദിവസം മാജിക്കിൻ്റെ എടുത്താൽ ഈ ബെക്കാമിന് കിട്ടും. ഇനി ഈ ബെക്കാമിനെ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് 110ൻ്റെ ബെക്കാമിനാണെങ്കിൽ ഈ 110ൻ്റെ ബെക്കാമിനാണ് എക്സ്ചേഞ്ച് കൊടുക്കണമെങ്കിൽ ഈ ആദ്യം നമുക്ക് 108ൻ്റെ ബെക്കാമിനെ ഫ്രീ ചെയ്യാം. മറ്റേ 3 ദിവസം കളിച്ചപ്പം ആ 108ൻ്റെ ബെക്കാമിൻ്റെ ഇതിലേക്ക് വെക്കുക. ഞാൻ വെച്ചാൽ ഈ ബെക്കാമിൻ്റെ ഇതിലേക്ക് വെക്കുക. അതിൻ്റെ ഇപ്പോൾ ടീം ഞാൻ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ടീമില്ല. നമ്മൾ കർവ് മാജിക്ക് ഇതിൽ 2 വേണം. പിന്നെ 40 വേസ് ഷാർട്സും ഇതിൽ കിട്ടും. പിന്നെ അതിനുശേഷം നമ്മൾ ആ 110ൻ്റെ ബെക്കാമിന് വേണ്ടി കിട്ടിക്കുക. 40 വേസ് ഷാർട്സ് 110ൻ്റെ ബെക്കാമിന് കിട്ടി. പിന്നെ നമ്മൾ 115ൻ്റെ ബെക്കാമിന് കിട്ടും. അപ്പോൾ ആ 110ൻ്റെ ബെക്കാമിന് തീ കൊടുക്കുക. കർവ് മാജിക്ക് 3 തീ കൊടുക്കുക. ഷാർട്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 115ൻ്റെ ബെക്കാമിനും കിട്ടും. അതിന് വെച്ചാൽ അത് ഫുള്ള് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 113നെ ഫ്രീ കിട്ടുമെന്ന് മേ ബി തോന്നുന്നത്. 113നെ ഫ്രീ കിട്ടുന്നുണ്ട്. ഇത് ലോക്കാണ്, നമുക്ക് ഉറപ്പിക്കാറില്ല. അതിന് 4 മാജിക് കീ വേണം. അപ്പോൾ നിങ്ങൾ മാജിക് കർവിക്ക് എന്നും കളിക്കാൻ കഴിയും. കാരണം ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാജിക് കർവിക്ക് പറഞ്ഞാൽ ഇതിൽ 1 2 3 6 മാജിക് ഇവിടെയും വരുമ്പോൾ 4 10 മാജിക് നിങ്ങൾക്ക് എന്തായാലും വേണം. അതായത് 2 ആഴ്ച മൊത്തം നിങ്ങൾ മാജിക് കീയിൽ കളിച്ചാലും മതിയാവും. അത്ര കളിച്ചാലും നിങ്ങൾക്ക് മാജിക് കീ ഉണ്ടാവും. അപ്പം എന്നും കളിക്കാൻ നോക്കാതെ. പിന്നെ നമുക്ക് പുതിയ പ്ലേയേഴ്സിനൊക്കെ നോക്കിയാൽ സൂപ്പർ പ്ലേയേഴ്സാണ് വന്നിട്ടുള്ളത്. 110ൻ്റെ കേക്ക് ഗ്രാസിയ, 120 കശുവന്നോ, 100 സിമോ, 110ൻ്റെ ഡേക്കട്ടിലെ, 110ൻ്റെ വുഡ്, 110ൻ്റെ ഗർണാച്ചോ, 111ൻ്റെ ബാറ്റ്സോണി, 115ൻ്റെ സ്കോസ്ബോളിയ, 112ൻ്റെ മെക്കമാനുണ്ട്, 112 കാർബോർഡുണ്ട്, 112ൻ്റെ വാൻപേഴ്സ്, 112ൻ്റെ കേസ് വെർബേക്കസ്, 113ൻ്റെ കെലൈനി, 113ൻ്റെ ഡേവിസ്, 113ൻ്റെ കറസ്, 113ൻ്റെ ജെർജിനോ. നമ്മൾ ഡേവിസിൻ്റെ ചാർട്ട്സ് നോക്കണം. 5 മുതൽ 146 പേസ് ഉണ്ട്. അത് മാത്രമല്ല 95 ഷൂട്ടിങ്, 113 പാസിങ്, 135 ഡ്രിബിളിങ്, 120 ഡിഫൻഡിങ്, 102 ഫിസിക്കൽ. വളരെ സെറ്റ് സൂപ്പർ പ്ലെയറാണ്. ഡേവിസിൻ്റെ കാർഡ് സൂപ്പർ കാർഡാണ്. 5-3 കെലൈൻ്റെ കാർഡ്. 115 പേസൊക്കെ ഉണ്ട്. സൂപ്പർ കാർഡ് തന്നെയാണ്. ജെർസിനോൻ്റെ കാർഡ് സൂപ്പർ, അത്യാവശ്യം കുഴപ്പമില്ല, സൂപ്പർ കാർഡ് തന്നെയാണ്. 4-5 ഫോർട്രൈറ്റൊക്കെ ഉണ്ട്. 141 പേസ്, 140 ഡ്രിബിളിങ് ഉണ്ട്. സെറ്റ് കാണും. റൈഫിലും സീന 5-5 കൂട്ട് 138, 133, 126, 138 വയസ്സും വേസും പാസിങ്ങും ഡ്രിബിളിങ്ങും ഒക്കെ സൂപ്പർ. പിന്നെ 115 വാൻപയറേഴ്സ് നമുക്ക് കുഴപ്പമില്ലൊരു സ്റ്റാർട്ട് തന്നെയാണ്. പിന്നെ നമുക്ക് ഇത് നോക്കാം, ബാറ്റ്സ്റ്റോണിന് 115ൻ്റെ റൈറ്റിംഗ് ഉള്ളൂ. പക്ഷേ നോക്കുമ്പോൾ ഏകദേശമൊക്കെ നല്ലൊരു സൂപ്പർ കാർഡ് തന്നെയാണ് എനിക്ക് കണ്ടു തോന്നിയിട്ടുള്ളത് ബാറ്റ്സ്റ്റോണിൻ്റെ. ഇത് വേറൊരു പുതിയൊരു ഓഫറിന് 500 ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് ഒരു 112 പ്ലെയർ വാങ്ങുന്നുള്ളൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് 500 ശാസ്ത്രത്തിൽ ഒരു 112 പ്ലെയർ വാങ്ങാം, നല്ല കാര്യമാണ്. അത് നല്ല കിട്ടും. അങ്ങനെ അവർ കൊടുക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഇവൻ്റ് ഇപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ പോയിക്കാണ്ട് നമ്മളുടെ പുതിയ ടീം ഓഫ് ദി വീക്ക് എടുക്കാം. ടീം ഓഫ് ദി വീക്ക് ഇപ്പോൾ ഇങ്ങനെയാണ്. ഇതാണ് ടീം ഓഫ് ദി വീക്ക്. 103ൻ്റെ പ്ലേയേഴ്സ്, സൂപ്പറായ പ്ലേയേഴ്സ്. ഇതിൽ 108ൻ്റെ മറ്റാറ്റ, 108ൻ്റെ മഗ്വാര, 108ൻ്റെ അറാഹു, ഇവർ 3 സൂപ്പറായിട്ടുള്ള പ്ലേയേഴ്സ്. ഇവർ എടുക്കണമെങ്കിൽ 300 ടോക്കൺസ് വേണം. ഇതിലെല്ലാവരും എടുക്കണമെങ്കിൽ 300 ടോക്കൺസ് വേണം. അപ്പം ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾ വേൾഡ് ക്ലാസ് എടുക്കണം. വേൾഡ് ക്ലാസ് എടുത്താലേ 100 ടോക്കൺ കിട്ടുള്ളൂ. പിന്നെ അതിന് മാത്രമല്ല, പിന്നെ നമ്മളെ ഈ മാച്ച് പോയാൽ നമ്മളെ എൽ ക്ലാസിക്കോ വരുന്നുണ്ട്. എൽ ക്ലാസിക്കോ നമ്മൾ ഇപ്പോൾ ഇതിൽ നമ്മൾ വേൾഡ് ക്ലാസ് എടുത്താൽ നമുക്ക് 50 കിട്ടും. സിറ്റിൻ്റെ ഇത് വരുന്നുണ്ട്. സിറ്റിൻ്റെ പോകുമ്പോൾ ഇതിൽ നിന്ന് എടുത്താൽ നമുക്ക് 50 കിട്ടും. പിന്നെ ഒളിമ്പിയാക്കോസിൻ്റെ വരുന്നുണ്ട്. ഒളിമ്പിയാക്കോസിൻ്റെ ഒളിമ്പിയാക്കോസുള്ള ഇവളുടെ മാച്ചിൽ 50 കിട്ടും. പിന്നെ അത് PSG ഇവരൊക്കെ ഉള്ളൊരു മാച്ച് വരുന്നുണ്ട്. ഈ മാച്ചിലും 50 കിട്ടും. വേൾഡ് ക്ലാസ് എടുക്കണം. ഇതൊക്കെ നിങ്ങൾ വേൾഡ് ക്ലാസ് എടുക്കണം. എന്നാലും നിങ്ങൾക്ക് 50 കിട്ടും. അപ്പോൾ ടോട്ടലാണെങ്കിൽ നിങ്ങൾക്ക് 300 ഉണ്ടാകും. ആ 300 വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും 108ൻ്റെ സൂപ്പർ ടീം ഓഫ് ദി 3 വാങ്ങാം.
അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറച്ച് ടോക്കൺ കൊടുത്തുകൊണ്ടും വേണം, അത് ഇഷ്ടംപോലെ ചെയ്യാം. 200 വേള ഇതുണ്ട്, ഈ 200 ടോക്കൺ കൊടുത്താൽ വലിയ ഇതുണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്. ഇത് നിങ്ങൾ കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നാൽ നിങ്ങൾക്ക് അത്ര ഉറപ്പ് സൂപ്പർ പ്ലെയർ കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടാളെ എക്സ്ചേഞ്ച് ചെയ്യാം, പ്ലേയേഴ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ടീം ഓഫ് ദി വീക്കിലും കാര്യമായിട്ടുള്ളത്. പിന്നെ കോൺമബിൾ ലിമിറ്റോളേഴ്സിൻ്റെ ഇതിലൊന്നും അങ്ങനെ വന്നിട്ടില്ല, ഒരു ഇവൻ്റ് അങ്ങനെ വന്നിട്ടില്ല. കോമ്പറ്റേഴ്സ് തന്നെ ഇതേ നിൽക്കണേ. ഇതിന് 2 ദിവസം കഴിഞ്ഞാൽ കിട്ടും 1000 ജംസ്. വരുന്ന വ്യാഴാഴ്ചയാണ് ഈ 1000 ജംസ് കിട്ടുക നിങ്ങൾക്ക്, അന്നാണ് മാച്ച് നടക്കുന്നത്. അപ്പോൾ അന്നാണ് 1000 ജംസ് കിട്ടുക. ഇതിന് പ്ലേയേഴ്സ് ഒന്നും വരില്ല, ഇതന്നെ ആയിരിക്കും പ്ലേയേഴ്സ് മിക്കവാറും വരിക. ഇതിന് വരില്ല എന്നാണ് ഏകദേശം സാധ്യതയനുസരിച്ച്. അപ്പം അത്ര തന്നെയാണ് ഈ. പിന്നെ സീസൺ മാറിയിട്ടുണ്ട്, വേറെ സീസൺ മാറിയിട്ടുണ്ട്. അപ്പം ഫുഡ് വൈസ് ഇവൻ്റ് ഒരു നല്ലൊരു ഇവൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം സൂപ്പറായി പ്ലെയേഴ്സിന് അടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണം. എനിക്ക് കിട്ടിയൊരു സൂപ്പറായി പ്ലെയർ ക്രെസ്പോ ആണ്. ക്രെസ്പോൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്, സൂപ്പർ കാർഡാണ്, അത്യാവശ്യം നല്ലൊരു കാർഡാണ് ക്രെസ്പോൻ്റെ. നല്ലൊരു കാർഡ് തന്നെ. 160 പേസ്, 125 ഷൂട്ടിങ്, 111 പാസിങ്, 152 ഡിഫെൻഡിങ്, 126 ഫിസിക്കൽ എന്നാണ് ഉള്ളത്. 4-5 ഫുഡ് റൈറ്റ് ഉണ്ട്. സൂപ്പർ കാർഡ് തന്നെയാണ്, നോക്കാൻ നല്ലൊരു സൂപ്പർ കാർഡാണ് വരുന്നത്. പിന്നെ ഫിനിഷിങ് 152 വരെ ഉണ്ട്. ലോങ് ഷൂട്ടൊക്കെ നല്ല കൂടും. അതായത് ഇത് നല്ലൊരു കാർഡാണ് ഇവൻ്റെ, ഇത് നല്ല ഉപകാരപ്പെട്ടുകൊണ്ട് ഇവൻ്റെ കാർഡ് നല്ല കളിക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സൂപ്പർ സ്ട്രൈക്കറിൻ്റെ ഒരു ഇത് ഇവൻ തരുന്നുണ്ട്. നമ്മൾ 23 ട്രെയിനിങ് കൊടുത്തുള്ളൂ, ഫുൾ ട്രെയിനിങ് കൊടുക്കാണ്ട് റാങ്ക് ഇപ്പം കൂട്ടാണ്ട് നമ്മൾ കൂട്ടിയിട്ടില്ല, അത് കൂട്ടാനുള്ളതാണ്. പിന്നെ ഞാൻ പറയാം കാർലോസ് പൂയോളുടെ ഇത് പറഞ്ഞത്. കാർലോസ് പൂയോൾ സൂപ്പർ കളിയാണ്, 112 ആർക്കൊക്കെ നിൽക്കും, സെറ്റ് കളി. എന്താ പറയുക, അമ്മാതിരി കളിയായിരുന്നു കളിച്ചത് കാർലോസ് പൂയോൾ. 153 ഡിഫെൻഡിങ്, അവിടെയാണ് കാർലോസ് പൂയോൾ നല്ല ബ്ലോക്കിങ് ചെയ്യുന്നുണ്ട്. അപ്പം അത്ര തന്നെയാണ് ഈ വീഡിയോ പ്രധാനമായിട്ടുള്ളത്. അപ്പം എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ.